നവരാത്രിയിലെ ആദ്യ ദിവസം പാർവതി ദേവിയെ ശൈലപുത്രിയായി സങ്കല്പിച്ചാണ് ആരാധിക്കേണ്ടത്. നവദുർഗാ സങ്കല്പത്തിൽ പ്രഥമ ദുർഗാദേവിയാണ് ശൈലപുത്രി. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പർവ്വതരാജനായ ഹിമവാന്റെയും മേനാദേവിയുടെയും പുത്രിയാണ്. ബാലസ്വരൂപിണിയായാണ് ദേവിയെ ആരാധിക്കേണ്ടത്. 1000 സൂര്യചന്ദ്രപ്രഭയോടെ വിളങ്ങുന്ന ദേവി ഭക്തവത്സലയുമാണ്. ഭവാനി, പാർവതി, ഹേമവതി എന്നീ നാമങ്ങളും ശൈലപുത്രി ദേവിക്കുണ്ട്. ഒരു കൈയിൽ ത്രിശൂലവും മറുകൈയിൽ താമരപ്പൂവുമായി മരുവുന്ന ശൈലപുത്രി ദേവിയുടെ വാഹനം നന്ദിയാണ്. ദേവിയുടെ ഈ രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നവരാത്രി കാലത്തെ 1-ാം ദിവസം ദേവിയെ പ്രാർത്ഥിക്കേണ്ട മന്ത്രം: വന്ദേ വാഞ്ചിതലാഭായ ചന്ദ്രാർദ്ധാകൃത ശേഖരാം വൃഷാരൂഢാം ശൂലധരാം ശൈലപുത്രിയും യശസ്വിനിയും. ഈ മന്ത്രം ദേവീക്ഷേത്ര ദർശന വേളയിലോ അല്ലെങ്കിൽ നിലവിളക്കിന് മുൻപിലായോ ഭക്തിപൂർവം ജപിച്ചാൽ സർവാഭിഷ്ട സിദ്ധിയാണ് ഫലം. ശൈലപുത്രി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പൂജാപുഷ്പം മുല്ലയാണ്. ദേവീക്ഷേത്രത്തിൽ നവരാത്രി കാലത്തെ ആദ്യ ദിവസം ദേവീക്ഷേത്രത്തിൽ മുല്ലപ്പൂ സമർപ്പിക്കുന്നതും ശ്രേഷ്ഠമാണ്. ദേവീക്ഷേത്ര ദർശന വേളയിൽ ശൈലപുത്രി ദേവി സ്തുതി ജപിക്കുന്നതും ഉത്തമമാണ്. യാ ദേവി സർവഭൂതേഷു മാ ശൈലപുത്രി രൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. നവരാത്രി 1-ാം ദിവസം ഈ രീതിയിൽ ദേവിയെ പ്രാർത്ഥിച്ചാൽ ദേവിയുടെ പരിപൂർണമായ അനുഗ്രഹവും ലഭിക്കുന്നതാണ്.